ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു ദിവസത്തെ എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് കുറച്ച് ലെന്ത് കൂടിപ്പോയി, പക്ഷേ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. 8 മണിയൊക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റു. ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് 8 മണി 8:30 ആവും എഴുന്നേക്കാൻ. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ എഴുന്നേക്കും. കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. അവൻ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ബ്രഷൊക്കെ ചെയ്തു. അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഒന്നിനും സമയം കിട്ടത്തില്ല. അവൻ ഭയങ്കര വഴക്കായിരിക്കും. പിന്നെ ഞാൻ ഒന്നും കൂടെ അവനെ ചെന്ന് നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. വീഴാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടെ പില്ലോ എടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം അവന് ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്ന സ്വഭാവം കൊണ്ട് ഒരു ദിവസം വീഴാനൊക്കെ പോയി. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് പില്ലോ വെച്ചിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും സാമ്പാറുമാണ്. ഞാനത് ചൂടാക്കി കഴിക്കാനായിട്ട് പോവുകയാണ്. ചായയുണ്ട്. ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ തലേദിവസം രാത്രിയിലെ എല്ലാം റെഡിയാക്കും. കാരണം അച്ചച്ചന് രാവിലെ 5:30 ആകുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് പോകണം. അപ്പം രാവിലെ ഉണ്ടാക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ രാത്രിയിലെ ഉണ്ടാക്കി വെക്കും. അതാണ് ചൂടാക്കി രാവിലെ കഴിക്കുന്നത്. ഞാൻ കഴിച്ച് ജസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കരച്ചിൽ കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ അവൻ നല്ല കരച്ചിലാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവനെ എടുക്കണം. എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ അവൻ്റെ ഉറക്കത്തിൻ്റെ മൂടൊക്കെ ശരിയാകത്തുള്ളൂ. പിന്നെ അവനെ എടുത്തുകൊണ്ട് ഞാൻ ഹോളിൽ വന്ന് കുറച്ച് നേരം സെറ്റിയിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ടോയ്സൊക്കെ കണ്ടു. ഉടനെ തന്നെ കളിക്കാനായിട്ട് അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവൻ കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്ത് വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അവനത് ഇഷ്ടപ്പെടത്തില്ല. ഭയങ്കര കരച്ചിലായിരിക്കും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ കൊണ്ടുപോയി മുഖമൊക്കെ കഴിയിച്ചു. ഇത് ഫിംഗർ ബ്രഷാണ്. ഞാൻ കുഞ്ഞുങ്ങളുടെ ബ്രഷ് വാങ്ങിച്ച് അവനെ പല്ല് തേപ്പിച്ചപ്പോൾ അവന് ഭയങ്കര കരച്ചിലായിരുന്നു. അവന് വേദന എടുത്തിട്ട് അതിന് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ബ്രഷാണ്. ഇതാകുമ്പം നല്ല സ്മൂത്തുമാണ്, സോഫ്റ്റുമാണ്. ഇത് വെച്ച് ബ്രഷ് ചെയ്യുമ്പോൾ വേദനിക്കത്തുമില്ല. അപ്പം ഞാൻ അതാണ് അവന് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ അവനെയും കൊണ്ട് വായൊക്കെ കഴിയിക്കും. ഗാർഗിൾ ചെയ്യാനൊക്കെ ഞാൻ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവന് അങ്ങനെയൊക്കെ ചെയ്തോളും, പറയുന്ന പോലെ ചെയ്തോളും. പിന്നെ മുഖമൊക്കെ കഴുകി അവനെ വൃത്തിയാക്കി പിന്നെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് പോയി. ഇന്ന് അവന് കോൺഫ്ലെക്സ് ആണ്. അവന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ കാർട്ടൂൺ കാണിച്ചും വഴക്ക് പറഞ്ഞും അടിക്കുമെന്നൊക്കെ പേടിപ്പിച്ചുമൊക്കെയാണ് കഴിപ്പിക്കുന്നത്. കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോഴേക്കും ചേച്ചിയാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കി തുടങ്ങി. ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെഴുക്കുവരട്ടിക്ക്. ഞാൻ അവന് ഫുഡ് കൊടുക്കും. ചേച്ചി അടുക്കളയിൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. രണ്ടും കൂടെ എന്തായാലും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവൻ്റെ കാര്യം, ചേച്ചിയാണെങ്കിൽ കിച്ചണിലെ കാര്യവും ശ്രദ്ധിക്കും. അവൻ്റെ കൂടെ എപ്പോഴും ഒരാൾ എപ്പോഴും വേണം. അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കര ബഹളമായിരിക്കും. രണ്ടാമത്തെ കാര്യം, റൂമെല്ലാം ക്ലോസ് ചെയ്തിടും. അല്ലെങ്കിൽ എല്ലാ റൂമിലും കയറി എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ച് വെക്കും. ഇവിടെ ചെയറെല്ലാം ഡെസ്കിൻ്റെ കീഴിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഡെസ്കിൻ്റെ വെളിയിൽ നിന്ന് എടുത്ത് ചാടും അവനല്ലെങ്കിൽ. പിന്നെ ഞാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പം ചേച്ചി ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ റെഡിയാക്കി മെഴുക്കുവരട്ടിക്കുള്ളതൊക്കെ വെക്കുന്നു. ഉച്ചയ്ക്ക് പരിപ്പ് കറിയാണ്. അങ്ങനെ ചേച്ചി ഫുഡിൻ്റെ തിരക്കിലാണ്. ഞാൻ അപ്പോഴേക്കും അവനെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിമുറിയിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിക്കാനൊക്കെ റെഡിയാക്കി. ഞാൻ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ പോകുമ്പോൾ അതിന് മുന്നേ തന്നെ അവനെ കുളിപ്പിക്കും. പിന്നെ ചേച്ചിക്ക് അവനെ കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ചേച്ചിക്ക് പേടിയുമാണ് അവനെ കുളിപ്പിക്കാൻ. അവൻ ഭയങ്കര ചാട്ടവും ഒക്കെയാണ്. തെന്നിയടിച്ച് വീഴുമെന്നൊക്കെ ചേച്ചിക്കും ഒരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി പൗഡറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അവനെ റെഡിയാക്കി എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബെഡൊക്കെ വിരിച്ചിടുന്നത്. അതിന് മുന്നേ അവൻ ഉറക്കമായിരിക്കും. അവനെയും കൊണ്ട് റൂമിലൊന്നും കയറാൻ പറ്റത്തില്ല. എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിടും. പിന്നെ വേഗം തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് കണ്ട് ഇപ്പോഴും അവൻ ആ ബെഡേ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവനെ ഇറക്കി കതവടച്ചിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഭയങ്കര കരച്ചിലായിരിക്കും റൂമിൽ. പിന്നെ എന്തിനാ കരയിക്കുന്നതെന്ന് വെച്ച് അവനെയും കൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങ് ചെയ്യും. താഴെയാണെങ്കിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ബെഡാണ്. അത് അവൻ്റെ കുഞ്ഞിലെ അവനൊരു 7 മാസമായപ്പോൾ തൊട്ടേ ഇട്ട് തുടങ്ങിയതാണ്. ഇങ്ങനെ ചാടുമ്പോൾ തറയിൽ വീഴുമ്പോൾ വേദനയൊന്നും എടുക്കാതിരിക്കാനും തലയ്ക്കൊന്നും പറ്റാതിരിക്കാനും ഒക്കെയാണ് ഞാൻ അങ്ങനെ ആ ബെഡ് ഇട്ടേക്കുന്നത്. പിന്നെ നേരെ അവരെ രണ്ടിനെയും കൂടെ ഹോളിലിരുത്തിയിട്ട് ഞാൻ കിച്ചണിലോട്ട് പോയി. അവൻ്റെ കുപ്പികളെല്ലാം, പാലിൻ്റെ കുപ്പികളെല്ലാം കഴുകിയിട്ടു. അത് കഴിഞ്ഞിട്ട് അവന് ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയാക്കുവാണ്. പയറും പൊടിയരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും
പിന്നെ ഇന്ന് അവന് എടുത്തിരിക്കുന്ന മധുരക്കിഴങ്ങാണ്. ഓരോ ദിവസം ഓരോ വെജിറ്റബിളാണ് എടുക്കുന്നത്. ഒരു ദിവസം ക്യാരറ്റ് എടുക്കും, ബീട്രൂട്ട് എടുക്കും, മത്തങ്ങ എടുക്കും, അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ്. ഇന്ന് ഞാൻ ഇത് മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. മധുരക്കിഴങ്ങ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒന്ന് പകുതി എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതെല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലാക്കി വേവിക്കും. വേവിച്ചിട്ട് ഉച്ചയ്ക്ക് തൈര് കൂട്ടി കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവൻ വെള്ളമൊന്നും കുടിച്ചില്ലല്ലോ, അപ്പം ഞാനൊരു കുപ്പി വെള്ളം അവന് കൊണ്ട് കൊടുത്തു. ചേച്ചി അവനും കൂടെ വർത്താനം പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ഹോളിലിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുളിക്കാൻ പോകും. കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഞാൻ റെഡിയായി. ഇനിയും പോയി ഫുഡ് കഴിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന് തലമുടിയൊക്കെ കെട്ടി റെഡിയായി ഇറങ്ങുള്ളൂ. നേരെ ഫുഡ് കഴിക്കാൻ പോയി. ക്യാരറ്റ് മെഴുക്കുവരട്ടിയും ബീട്രൂട്ട് തോരനും പരിപ്പ് കറിയുമാണ്. ചിക്കനും മീനും ഒക്കെ കുറച്ചാളുകൊണ്ട് ഇപ്പോൾ കഴിക്കാത്തത് കൊണ്ട് അതില്ല. ഇതൊക്കെയാണ് എൻ്റെ ഫുഡ്. അപ്പോഴേക്കും അവൻ പ്ലേറ്റും കൊണ്ട് വന്നു. അവനും ഇച്ചിരി ചോറും കറിയും കൂടെ കൊടുത്ത് തന്നെത്താനെ കഴിച്ചു പഠിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ റെഡിയാവാൻ വന്നു. മുടി കെട്ടുന്ന സമയത്ത് അവൻ സമ്മതിക്കാത്തതുകൊണ്ട് അവനെയും ടേബിളിൽ കയറ്റി ഇരുത്തിയാണ് മുടി കെട്ടുന്നത്. ഇപ്പം ഞാൻ അവനെ അങ്ങോട്ട് വിട്ടിട്ട് വേഗം ഒരുങ്ങുവാണ്. താഴെ ഇപ്പം വണ്ടി വരും. ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ് ഡ്യൂട്ടിയുള്ള ദിവസത്തെ റൊട്ടീന്. 2 to 10 ആണ് എൻ്റെ ഡ്യൂട്ടി. 2 മണിയാകുമ്പോൾ പോവും, 10 മണിയാകുമ്പോൾ കഴിയും. 10:30 ആവും ഞാൻ വീട്ടിലെത്താൻ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ പോകാനുള്ള ഒരു ധൃതിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇറങ്ങുമ്പോഴേക്കും ചേച്ചി അവനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വരും. ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങും. കാരണം 3 മണിയാകുമ്പോഴത്തേക്ക് അവനെ ഓർക്കണം, അല്ലെങ്കിൽ അവൻ ഭയങ്കര നിർബന്ധമായിരിക്കും. ഞാൻ ഇറങ്ങി ലിഫ്റ്റ് നോക്കി നിൽക്കുകയാണ്. ലിഫ്റ്റ് വന്നു, ലിഫ്റ്റിൽ കയറി. താഴെ വണ്ടി ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ് ഡ്യൂട്ടി ഉള്ള ദിവസത്തെ റൊട്ടീനൊക്കെ. ഞാൻ വണ്ടിയിൽ കയറി. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.